Hari Om. Good morning. How are you all? Hope all of you are fine and safe at home. So stay home, stay safe. So the last class we studied laws of exponents. Laws of exponents le ആദ്യത്തെ 3 laws ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇതൊക്കെയല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്? എന്താണ്? ഫസ്റ്റ് law is a raised to m into a raised to n is equal to a raised to m plus n. ഇവിടെ നോക്കിക്കേ, ബേസ് രണ്ടും സെയിം ആണ്, എക്സ്പോണൻസ് അല്ലെങ്കിൽ പവേഴ്സ് ആണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് ലൈൻ a raised to m divided by a raised to n is equal to a raised to m minus n. ഇവിടെയും ബേസ് സെയിം ആണ്, എക്സ്പോണൻസ് ഡിഫറെന്റ് ആണ്. The next one, a raised to m the whole raised to n is equal to a raised to m into n, meaning a raised to mn. Now look here, next is multiplying powers with same exponents. Look here, 2 raised to 3 into 3 raised to 3. Here the base are different. The base are different. The base is different ആണ്. ഒരിടത്ത് 2 ഉം ഒരിടത്ത് 3 ഉം ആണ്. But the powers are same. Powers അല്ലെങ്കിൽ എക്സ്പോണന്റ് സെയിം ആണ്. എത്രയാണ് പവർ? പവർ ഇവിടെ രണ്ടിടത്തും 3 ആണ്. ഇത് എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. Now look here. What is the meaning of 2 raised to 3? 2 raised to 3 എന്ന് വെച്ചാൽ എന്താ? അനഘ 2 raised to 3 is 2 into 2 into 2 അല്ലേ? 2 3 times multiply ചെയ്യുന്നതാണ് 2 raised to 3. Now what is 3 raised to 3? 3 raised to 3 means 3 times multiply ചെയ്യുന്നത്. So into 3 into 3 into 3. ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണ്. ഓക്കേ, 2 into 3, ഒരു 2 ഒരു 3 കൂടെ എടുത്തു. Then again 2 into 3, വേറെ 2 വേറെ 3 കൂടെ എടുത്തു. Then again 2 into 3. ഓക്കേ, ഇതിനെ ഒരു 2നെ ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി നോക്കിക്കേ, 2 into 3 is 6. 6 into 6 into 6. Okay, now what is 6 into 6 into 6? എങ്ങനെ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാം? 6 into 6 into 6 നെ എങ്ങനെ എഴുതാം? 6 raised to 3. This is equal to 6 raised to 3. Now another question. A raised to 4 into b raised to 4. A raised to 4 എന്ന് വെച്ചാൽ എന്താ? A 4 times multiply ചെയ്യുന്നതാണ് a raised to 4. അതുപോലെ b raised to 4 എന്ന് വെച്ചാലോ b യെ 4 times multiply ചെയ്യുന്നതാണ് b raised to 4. ഇനി എന്ത് ചെയ്യും? നേരത്തെ പോലെ അറേഞ്ച് ചെയ്യും. ഒരു b യും ഒരു a യും എടുക്കും. This is equal to a into b, again into a into b, then into a into b into a into b. അല്ലേ? 1 2 3 4 4a ഉണ്ട്, 1 2 3 4. അതുപോലെ 4b ഉണ്ട്, 1 2 3 4. Okay, now what is a into b? A into b is ab. So this is equal to ab into, again a into b, ab into ab into ab. ഇതിനെ എങ്ങനെ എഴുതാം? ab എത്ര ടൈംസ് ആണുള്ളത്? 4 times അല്ലേ? So this we can write as ab the whole raised to 4. Okay, ഇനി ഇവിടെ നോക്കിക്കേ, 2 raised to 3 into 3 raised to 3 നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 6 raised to 3. ഇവിടെ നോക്കിക്കേ, പവർ ഇവിടെ 3 ആണ്, ആൻസറിലെ പവറും 3 തന്നെയാണ്. പിന്നെ മാറ്റം എവിടെ വന്നത്? ബേസ്. ഇവിടെ ബേസ് 2 into 3 ആയിരുന്നു. അപ്പൊ 2 into 3 എത്രയാണ്? 6. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബേസ് ഡിഫറെന്റും പവേഴ്സ് സെയിം ആയിട്ട് വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ബേസിനെ മൾട്ടിപ്ലൈ ചെയ്യും. 2 into 3 6, പവർ അത് തന്നെ എഴുതും. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കിക്കേ, പവർ 4 ആണ്, രണ്ടിനും പവർ 4 ആണ്. ബേസ് എന്താണ്? എയും ബിയും ആണ്. കിട്ടിയ ആൻസറിലോ ബേസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഹോൾ റേസ് ടു 4 അല്ലെ? പവർ സെയിം ആണ്. അപ്പൊ നമുക്ക് ഇൻ ജനറൽ ആയിട്ട് എങ്ങനെ പറയാം?
നോക്കുക, അടുത്ത ലോ ആണ് a raised to m into b raised to m. ഇവിടെ ബേസ് ഡിഫറെന്റ് ആണ്, പവർ സെയിം ആണ്. a raised to m into b raised to m is equal to എന്താ കിട്ടുന്നത്? a into b, that is ab the whole raised to m. a into b is ab the whole raised to m. മനസ്സിലായോ? a യും b യും ഡിഫറെന്റ് ബേസ് ആണ്, പവർ സെയിം ആണ്. So a raised to m into b raised to m is equal to ab the whole raised to m. നമ്മുടെ ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ഫസ്റ്റ് ലോയിൽ ബേസ് രണ്ട് സെയിം ആണ്, പവർ ആണ് ഡിഫറെന്റ്. അപ്പൊ അവിടെ എന്താ വരുന്നത്? a raised to m into a raised to n is equal to a raised to m plus n. ഇവിടെ ഫോർത്ത് ലോ ബേസ് രണ്ട് ഡിഫറെന്റ് ആണ്, പവർ സെയിം ആണ്. അപ്പൊ എങ്ങനെയാ വരുന്നത്? a raised to m into b raised to m is equal to ab the whole raised to m. Okay, now next is dividing powers with same exponents. നേരത്തെ എന്താ? multiplying powers with same exponents ആണ്. Okay, now look here. 2 raised to 3 divided by 3 raised to 3. Okay, ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഇവിടെ ബേസ് 2 3 യുമാണ്, എക്സ്പോണൻസ് സെയിം ആണ് വരുന്നത്. ബേസ് ഡിഫറെന്റ് ആണ്, എക്സ്പോണൻസ് സെയിം ആണ് വരുന്നത്. അപ്പൊ വാട്ട്സ് ദി മീനിങ് ഓഫ് 2 raised to 3? 2 raised to 3 എന്ന് വെച്ചാൽ എന്താ മാളവിക? 2 into 2 by 3 raised to 3 is 3 into 3. ഇത് നേരത്തെ പോലെ അറേഞ്ച് ചെയ്യും. This is equal to 2 by 3 into 2 by 3 into 2 by 3 അല്ലേ? 2 into 2 into 2 by 3 into 3 into 3 എങ്ങനെ എഴുതാം? 2 by 3. ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ചെടുത്തു. 2 by 3 ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ചെടുത്തു. ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ചെടുത്തു. Now what is this 2 by 3 into 2 by 3 into 2 by 3? This we can write as 2 by 3. എത്ര ടൈംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 3 times. So 2 by 3 the whole raised to 3. Okay, now look here. 2 raised to 3 by 3 raised to 3 is equal to 2 by 3 the whole raised to 3. Now look at another example. A raised to 5 by b raised to 5. Here bases are different. Bases are different. ഇവിടെ a യും ഇവിടെ b യും ആണ്, പവേഴ്സ് സെയിം ആണ് വരുന്നത്. So this we can write as എങ്ങനെ എഴുതുന്നത്? a into a into a into a into a by here b into b into b into b into b. Okay, a 5 times multiply to b 5 times multiply. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ അറേഞ്ച് ചെയ്യും. a by b into a by b into a by b into a by b into a by b അല്ലേ? എത്ര ടൈംസ് ആണ്? ഈ a by b എടുക്കും, ഈ a by b, a by b, a by b, a by b അങ്ങനെ 1 2 3 4 5 ടൈംസ് എടുക്കും. So this is equal to എങ്ങനെ എഴുതാം? a by b എത്ര ടൈംസ് ആണ്? 1 2 3 4 5. Okay, so look here. A raised to 5 by b raised to 5 is equal to a by b the whole raised to 5. 2 raised to 3 by 3 raised to 3 is equal to 2 by 3 the whole raised to 3. In general, we can write it down a raised to m by b raised to m. Base a യും b യും ആണ്, പവേഴ്സ് ആണ് സെയിം, m ആയിട്ട് വരുന്നത്. So a raised to m by b raised to m is equal to ഇതുപോലെ എങ്ങനെ എഴുതാൻ പറ്റും? 2 raised to 3 by 3 raised to 3 നെ നമ്മൾ 2 by 3 the whole raised to 3 എഴുതി. അതുപോലെ a raised to 5 by b raised to 5 എങ്ങനെ എഴുതി? a by b ആദ്യം ബേസ് തമ്മിൽ എഴുതി, a by b the whole raised to 5 എന്ന് എഴുതി. അതുപോലെ ഇതിനെ എങ്ങനെ എഴുതാം? a raised to m by b raised to m എങ്ങനെ എഴുതാം? a by b the whole raised to m. അതാണ് 4th rule. Okay, നോക്കിക്കേ, ഇവിടെ a raised to m divided by a raised to n. ഇവിടെ ബേസ് സെയിം ആയിരുന്നു,
ബേസ് തമ്മിൽ ഡിഫറെന്റ് ആണ്. പവേഴ്സ് ആണ് സെയിം ആയിട്ട് വരുന്നത്. ഓക്കെ. Now next is numbers with exponent 0. Exponent 0 ആയിട്ട് വന്നാൽ അതിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം. Now look here. What is 2 raised to 6? 2 raised to 6 is എന്താ? 2 into 2 into 2 into 2 into 2 into 2. അല്ലേ? 2 2s are 4, 4 2s are 8, 8 2s are 16, 16 2s are 32, 32 into 2 is 64. So 2 raised to 6 is 64. Now what about 2 raised to 5? 2 raised to 5 എത്രയായിരിക്കും? ഒരു 2 ഇല്ലാതെ പറഞ്ഞാൽ പോരെ? 2 2s are 4, 4 2s are 8, 8 2s are 16, 16 2s are 32. 2 raised to 5 is 32. Again 2 raised to 4. What is 2 raised to 4? 4 തവണ 2 multiply ചെയ്ത് എത്രയാ? 2 2s are 4, 4 2s are 8, 8 2s are 16. So 2 raised to 4 is 16. Then 2 raised to 3 is what? Hidesh, what 2 raised? What is 3? 2 raised to 3. 2 into 2 into 2. That is 2 2s are 4, 4 2s are 8. Again 2 raised to 2. What is 2 raised to 2? That is 2 into 2 is 4. Next 2 raised to 1. 2 raised to 1 is only 1 time 2. That is 2. Again next is 2 raised to 0. Now what is 2 raised to 0? Okay, 2 raised to 6 is 64. 2 raised to 5 is 32. 2 raised to 4 is 16. 2 raised to 3 is 8. 2 raised to 2 is 4. 2 raised to 1 is 2. Then what is 2 raised to 0? 2 raised to 0 എന്തായിരിക്കും? 64. 64 ന്റെ പകുതി 32. 32 ന്റെ പകുതി 16. 16 ന്റെ പകുതി 8. 8 ന്റെ പകുതി 4. 4 ന്റെ പകുതി 2. 2 ന്റെ പകുതി 1. So 2 raised to 0 is 1. 2 raised to 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. Okay. Now look here another example. 5 raised to 3 divided by 5 raised to 3. 5 raised to 3 divided by 5 raised to 3. Now using laws of exponents. അതിലെ ഈ ഏത് law ഉപയോഗിക്കാം? The second law ഉപയോഗിച്ച് a raised to m divided by a raised to n ഉപയോഗിക്കുമ്പോൾ എന്ത് കിട്ടും? This is equal to 5 raised to 3 minus 3. ഇല്ലേ? That is 5 raised to 3 minus 3 എത്രയാ? 5 raised to 0. Okay, ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. 5 raised to 3 by 5 raised to 3 നെ 5 raised to 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 into 5 into 5 അല്ലേ? Then again 5 raised to 3 is 5 into 5 into 5. ഈ 5 ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ 5 ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതും ഇതും കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 1. ഇല്ലേ? നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? 5 raised to 3 by 5 raised to 3 ആണ് 1. 5 raised to 3 by 5 raised to 3 ആണ് 5 raised to 0. So we can write 5 raised to 0 is equal to 1. 5 raised to 0 എന്ന് വെച്ചാൽ എന്താ? 1. ഇത് മനസ്സിലായോ? So ഇങ്ങനെ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. 2 raised to 0 1 ആണ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇവിടെ 5 raised to 3 by 5 raised to 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഉപയോഗിക്കുമ്പോൾ 5 raised to 3 minus 3 that is 5 raised to 0. Again 5 raised to 3 by 5 raised to 3 ഇത് ഇങ്ങനെ എഴുതാം. അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. So we can write 5 raised to 0 is equal to 1. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ജനറലൈസ് ചെയ്യാം? We can write any number raised to 0 is equal to 1. That is a raised to 0 is equal to 1 where a is an integer other than 0. 0 ഒഴിച്ചുള്ള വേറെ ഏത് ഇന്റിജറും ആകാം a. Okay. So any number raised to 0 is equal to 1. 5 raised to 0 is 1. 10 raised to 0 is 1. 100 raised to 0 is 1. Minus 1 raised to 0 is 1, etc. Okay. So sixth law ആണ് any number raised to 0 is equal to 1 where a is an integer other than 0. Okay.
where a is any integer other than 0. Okay, മനസ്സിലായോ? So now we can do some problems. Look here. Simplify and express in exponential form. So first question is a raised to 5 by a raised to 3 into a raised to 8. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ബ്രാക്കറ്റ് ഉള്ളത് കാരണം നമ്മൾ ആദ്യം ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബേസ് രണ്ടും സെയിം ആണ്. a raised to 5 divided by a raised to 3. ബേസ് സെയിം ആണ്, എക്സ്പോണൻസ് ആണ് ഡിഫറന്റ്. അപ്പോൾ ഏത് റൂളാണ് യൂസ് ചെയ്യുന്നത്? ബേസ് സെയിമും എക്സ്പോണൻസ് ഡിഫറന്റും എന്താണ് ഡിവൈഡ് കൂടിയാണ് ചെയ്യേണ്ടത്. ഏത് റൂളാണ്? സെക്കൻഡ് റൂളാണ് ചെയ്യേണ്ടത്. Using second rule. So this we can write as a raised to 5 minus 3 into a raised to 8. A raised to m divided by a raised to n is a raised to m minus n into the a raised to 8. So this is equal to a raised to 5 minus 3 is a raised to 2. A raised to 2 into the a raised to 8. Okay, ഇവിടെ ബേസ് സെയിം എക്സ്പോണൻസ് ഡിഫറന്റ് ഇൻടു ആണ് ചെയ്യേണ്ടത്. ഏത് റൂളാണ് ചെയ്യേണ്ടത്? ബേസ് സെയിം ആണെങ്കിൽ ഫസ്റ്റ് റൂൾ a raised to m into a raised to n. So this is equal to a raised to m plus n. That is equal to a raised to 8 plus 2 is 10. So the answer is a raised to 10. Okay. Now next question. 4 raised to 5 into a raised to 8 into b raised to 3 divided by 4 raised to 5 into a raised to 5 into b raised to 2. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ എടുക്കും? ഒരേ ബേസ് ഉള്ളതിനെ നമുക്ക് ഒരുമിച്ച് എടുക്കാം. 4 raised to 5 by 4 raised to 5 into a raised to 8 by a raised to 5 into b raised to 3 by b raised to 2. ഇവിടെ നോക്കിക്കേ, 4 raised to 5 by 4 raised to 5. This is equal to 4 raised to 5 minus 5. ഏത് റൂളാണ്? സെക്കൻഡ് റൂൾ. അല്ലെങ്കിൽ നോക്കിക്കേ, 4 raised to 5 രണ്ടിടത്തും സെയിം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ 4 raised to 5 minus 5 എടുത്തു into ഇവിടെ a raised to n divided by a raised to n. സെക്കൻഡ് റൂൾ. ബേസ് സെയിം ആയത് കാരണം ഡിവിഷനും വന്നിരിക്കുന്നത് കാരണം. സോ ഇതിനെ എങ്ങനെ എഴുതാം? a raised to 8 minus 5. Then again into ഇവിടെ നോക്കിക്കേ, ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. ബേസ് രണ്ടും b ആണ്, സെയിം ആണ്. എക്സ്പോണൻസ് ഒരു ഡിഫറന്റ്. ഏത് റൂളാണ്? സെക്കൻഡ് റൂളാണ്. സോ into b raised to 3 minus 2. Okay, first one 4 raised to 5. ഇവിടെ നമുക്ക് ബേസ് സെയിം ആണ്. സോ സെക്കൻഡ് റൂള്. ഇവിടെയും ബേസ് സെയിം ആണ്, ഡിവിഷൻ ആണ് ഇടയ്ക്ക് കിടക്കുന്നത്. സെക്കൻഡ് റൂള്. ഇവിടെയും ഡിവിഷൻ ആണ്, ബേസ് സെയിം ആണ്. സെക്കൻഡ് റൂൾ. അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം അപ്ലൈ ചെയ്ത സെക്കൻഡ് റൂൾ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 4 raised to 5 minus 5 is 4 raised to 0 into a raised to 8 minus 5 is a raised to 3 into b raised to 3 minus 2 is b raised to 1. So 4 raised to 0, any number raised to 0 is 1. This is 1. Then 1 into a raised to 3 into b raised to 1. b raised to 1 is b itself. So this is equal to 1 into this is a raised to 3b. Multiply 1 into 1 into a raised to 3 is a raised to 3. A raised to 3 into b is a cube b. അല്ലെങ്കിൽ a raised to 3b. മനസ്സിലായോ? So ഈ റൂള് നന്നായിട്ട് പഠിക്കുക. Now next question. Express each of the following as a product of prime factors only in the exponential form. ഇത് നമ്മൾ product of prime factors. Prime factors ന്റെ product ആയിട്ട് എഴുതണം exponential formula. So first one is 729 into 64. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും. Okay. So 729 അറിയാലോ ചെയ്യുന്നത്? 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 2s are 6, 3 4 3s are 12, 3 3s are 9. Then again you can divide by 3. 8 3s are 24, then 1.
Then again you can divide by 3. 3 2s are 6. 7 3s are 21. Okay. Then again you can divide by 3. 27 3 which divide by 9. Again you can divide by 3. 3 3 1. So 729 factorize ചെയ്യുമ്പോൾ 3 into 3 into 3 into 3 into 3 into 3. അതുപോലെ 64 നെ ഫാക്ടറൈസ് ചെയ്യണം. 64 നെ ചെയ്യുമ്പോഴോ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം 32. again 2 വെച്ച് ഡിവൈഡ് ചെയ്യാം 16. again 2 വെച്ച് ഡിവൈഡ് ചെയ്യാം 8. again 2 വെച്ച് ഡിവൈഡ് ചെയ്യാം 4. again 2 വെച്ച് ഡിവൈഡ് ചെയ്യാം 2. again 2 വെച്ച് ഡിവൈഡ് ചെയ്യാം 1. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 729 നെ 1 2 3 4 5 6 3 raised to 6 into ഇതിനെയോ 1 2 3 4 5 6 2 raised to 6. तो മനസ്സിലായോ? 729 നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. അപ്പോൾ കിട്ടുന്നത് എന്താ? 3 into 3 into 3 into 3 into 3 into 3. 3 എത്ര ടൈംസ് ആണ്? 6 times. So 3 raised to 6. അതുപോലെ 64 നെ ഫാക്ടറൈസ് ചെയ്തു. 64 നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 2 into 2 into 2 into 2 into 2 into 2. അതായത് 2 എത്ര ടൈംസ് ആണ്? 6 times. So this we can write as 3 raised to 6 into 2 raised to 6. ഇത് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? Express each of the following as a product of prime factors only in the exponential form. Exponential formiലുള്ള product ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. So this is the answer. Okay. Now look at next question. ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ 270. 270 യെ ഫാക്ടറൈസ് ചെയ്യുക. 270 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 9 3s are 27. Then again you can divide by 3. 30. Again you can divide by 3. 10. Again you can divide by 2. Then 5 5 1. അപ്പോൾ 270 എങ്ങനെ എഴുതാം? 270 എന്ന് പറഞ്ഞാൽ 3 into 3 into 3 into 2 into 5. ഇത്രയല്ലേ എഴുതുക? 3 into 3 into 3 into 2 into 5. So this is equal to 3 എത്ര ടൈംസ് ആണ്? 3 raised to 3 into 2 into 5. Okay, 3 raised to 3 into 2 raised to 1 into 5 raised to 1. 2 raised to 1 is 2 itself. 5 raised to 1 is 5 itself. മനസ്സിലായോ ചെയ്യുന്നത്? So next question, simplify. 3 raised to 5 into 10 raised to 5 into 25 divided by 5 raised to 7 into 6 raised to 5. This we can write as 3 ഒരു prime number ആയതാണ്. അതിനെ അതുപോലെ തന്നെ എഴുതും. 3 raised to 5 into 10 നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 നെ 2 into 5 എഴുതാം. 5 into 2 അല്ലേ 10. So ഈ 10 നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 5. 10 ന് പകരം 2 into 5 എഴുതി. പക്ഷേ raised to 5 അവിടെ ഉണ്ട്. അത് അതുപോലെ അവിടെ ഇടണം. 10 ന് പകരം 2 into 5. raised to 5 അതുപോലെ ഇട്ടു. Then again into 25 നെ നമുക്ക് എങ്ങനെ എക്സ്പോണൻഷ്യൽ ഫോം എഴുതാം? 5 square. 5 into 5 is 25. So we can write as 5 square. 5 raised to 2. ഇവിടെ എല്ലാം നമ്മൾ പ്രൈം നമ്പേഴ്സ് വരത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. Now divided by again 5 raised to 7 into 6 നെ എങ്ങനെ എഴുതാം? 2 into 3. 2 3 പ്രൈം ആണ്. So 6 നെ നമുക്ക് 2 into 3 എന്ന് എഴുതാം. ഇവിടെ ഹോൾ റേസ് ടു എന്നുണ്ട്. 6 raised to 5 ആണ്. 6 ന് പകരമാണ് 2 into 3 എഴുതിയത്. പക്ഷേ ഇവിടെ raised to 5 ഇടണം. Okay. Now this is equal to 3 raised to 5 into 2 into 5 the whole raised to 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 2 നും ഉണ്ട് 5 നും ഉണ്ട്. So ഇതിനെ എങ്ങനെ എഴുതാം? 2 raised to 5 into 3 5 raised to 5 എന്ന് എഴുതാം. 2 into 5 the whole raised to 5. 2a into b the whole raised to m എന്ന് പറഞ്ഞാൽ എന്താ? a raised to m into ab raised to m. അല്ലേ? ab the whole raised to m. ab എന്ന് വെച്ച് കഴിഞ്ഞാൽ a into b. a into b the whole raised to m is equal to a raised to m into b raised to m. അത് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ 2 into b the whole raised to 2 into 5 the whole raised to 5 നെ എങ്ങനെ എഴുതാം? 2 raised to 5 into 5 raised to 5.
പിന്നെ into 5 raised to 2 അതുപോലെ തന്നെ എഴുതി. Then divided by 5 raised to 7. 5 raised to 7 into ഇതുപോലെ തന്നെ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. 2 into 3 the whole raised to 5 എന്നുള്ളത് 2 raised to 5 into 3 raised to 5 എന്ന് എഴുതാം. So 2 raised to 5 into 3 raised to 5. ഇനി നോക്കിക്കേ, this is equal to, നോക്കിയേ ഞാൻ ഇതിനെ ആദ്യം എഴുതി 2 raised to 5 നെ 2 raised to നെ ആദ്യം എഴുതി, അത് കഴിഞ്ഞ് 3 യെ രണ്ടാമത് എഴുതി, അത് കഴിഞ്ഞിട്ട് 5 നെ എഴുതി. താഴെ അതുപോലെ തന്നെ 2 ന്റെ ആദ്യം എഴുതി, പിന്നെ 3 യുടെ എഴുതി, പിന്നെ 5 ന്റെ എഴുതി. മനസ്സിലായോ? റീഅറേഞ്ച് ചെയ്ത് എഴുതിയതേ ഉള്ളൂ. Now this is equal to, ഇതിനെ എങ്ങനെ എഴുതാം? 2 raised to 5 into 3 raised to 5 അതുപോലെ എഴുതി. ഇവിടെ നോക്കിക്കേ, രണ്ട് ബേസ് സെയിം ആണ്. a raised to m into a raised to n ഇവിടെ അപ്ലൈ ചെയ്യും. a raised to m into a raised to n, a raised to m plus n. ഞാനത് അപ്ലൈ ചെയ്ത് എഴുതുവാണ്. ഇവിടെ ഏത് അപ്ലൈ ചെയ്തത്? ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്തു. a raised to m into a raised to n, that is a raised to m plus n, അതായത് 5 raised to 5 plus 2. 5 raised to 5 plus 2 എത്രയാ? 5 raised to 7 divided by താഴെ അതുപോലെ 2 raised to 5 into 3 raised to 5 into 5 raised to 7. ഇനി നോക്കിക്കേ, ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ചെടുക്കും, ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ചെടുക്കും, ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ചെടുക്കും. ബേസ് സെയിം ആയിട്ട് വരുന്നുണ്ട്, ഡിവിഷൻ ആണ്, സെക്കൻഡ് ലോ ഉപയോഗിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു a raised to m divided by a raised to n is a raised to m minus n. So this is equal to 2 raised to 5 minus 5 into അടുത്തത് 3 raised to 5 by 3 raised to 5. അവിടെ സെക്കൻഡ് ഉപയോഗിക്കും. 3 raised to 5 minus 5 into ഇവിടെ a raised to m by a raised to 5 raised to 7 by 5 raised to 7. Second law applying by 5 raised to 7 minus 7. So this is equal to 2 raised to 5 minus 5 is 2 raised to 0 into 3 raised to 5 minus 5 is 3 raised to 0 into 5 raised to 7 minus 7 is 5 raised to 0. So this is equal to 2 raised to 0 is 1, 3 raised to 0 is 1, 5 raised to 0 is equal to 1. So 1 into 1 into 1 is 1. 1 is the answer. മനസ്സിലായോ? നമ്മൾ നോക്കിക്കേ, simplify 3 raised to 5 into 10 raised to 5 into 25 by 5 raised to 7 into 6 raised to 5. This is equal to 3 raised to 5 നെ അതുപോലെ എഴുതി, 10 നെ എന്ത് ചെയ്തു? 10 നെ 2 into 5 എന്ന് എഴുതി, 2 into 5 the whole raised to 5 എന്ന് എഴുതി. Then again 25 നെ 5 ന്റെ പവർ ആക്കി എഴുതി, 5 raised to 2 divided by 5 raised to 7 into 6 ന് പകരം എന്ത് എഴുതി? 2 into 3 എഴുതി, 2 into 3 the whole raised to 5 എഴുതി. So 3 raised to 5 into, ഇനി 2 into 5 the whole raised to 5 എങ്ങനെ എഴുതാം? 2 raised to 5 into 5 raised to 5 എന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. Then into 5 raised to 2 divided by 5 raised to 7 into ഇതിനെ നമ്മൾ 2 raised to 5 into 3 raised to 5 എന്ന് എഴുതി. നോക്കിക്കേ, ഇവിടെ എല്ലാം പ്രൈം നമ്പേഴ്സ് അല്ലേ കാണുന്നത്. Then again എന്ത് ചെയ്തു? നോക്കിക്കേ, 2 raised to 5 into 3 raised to 5 into ഇവിടെ രണ്ടും 5 raised to ആണ്. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഫസ്റ്റ് ലോ വെച്ച് a raised to m into a raised to n വെച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 5 raised to 5 into 5 raised to 2 is 5 raised to 7. അതാണ് ഇവിടെ 5 raised to 7 വന്നത്. അതുപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ എല്ലാം അതുപോലെ തന്നെ എഴുതി. പിന്നെ എന്ത് ചെയ്തു? ഇതിനെ ഒരേ ബേസ് ഉള്ളതിനെ നമ്മൾ ഒരുമിച്ചെടുത്തു, സെക്കൻഡ് ലോ അപ്ലൈ ചെയ്തു. സെക്കൻഡ് ലോ അപ്ലൈ ചെയ്തപ്പോൾ എന്താ? 2 raised to 5 minus 5 into 3 raised to 5 minus 5 into 5 raised to 7 minus 7. ഇതെല്ലാം എന്താ? Raised to 0 വന്നു. ഇനി നമ്പർ raised to 0 is 1. So the answer is 1. ചെയ്ത് എല്ലാവർക്കും മനസ്സിലായോ? Hope all of you understand today's class. If you have any doubt, you can ask me during the interactive session. We will meet in the interactive session. Until then, bye.